ഹലോ ആൾ, കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് ആയാലും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പോലെയുള്ള പരീക്ഷകളായാലും ഒരുപോലെ യൂസ്ഫുള്ളാകുന്ന ഒരു ക്ലാസ്സാണിത്. എല്ലാവരും ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാനുള്ള ഒരു മാർക്ക് ചിലപ്പോൾ ഇവിടെ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് കിട്ടിയേക്കാം. അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതൊരു ഉപദേശമായിട്ടൊക്കെ എടുക്കാം. PSC പരീക്ഷകളിലൊക്കെ റാങ്ക് നേടി എന്നതുകൊണ്ട് മാത്രം നമ്മൾ പഠനം നിർത്തരുത്. നമുക്ക് ജോലി കിട്ടി എന്ന് ഉറപ്പാക്കാനുള്ള അഡ്വൈസ് നമ്മുടെ കയ്യിലെത്തിയതിന് ശേഷം മാത്രം പഠിത്തം നിർത്തുക. അതുവരെ നമ്മുടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്ത് നിന്നുള്ള PSC പരീക്ഷകളിൽ ആവർത്തിച്ച 10 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതെന്ന്? 2005 2005 നിലവിൽ വന്നത്. 2006 ഒക്ടോബറിലാണ് പ്രാബല്യത്തിൽ വന്നത്. കുടുംബത്തിനുള്ളിലെ സ്ത്രീകൾക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുക എന്നതായിരുന്നു ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ, MKSSS. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിനെ എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? 10. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ചേർന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കോപ്ര എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതുപോലെ കോപ്പ എന്നൊരു വാക്കുകൂടിയുണ്ട്, ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട്. അതുകൂടി ഓർത്തു വയ്ക്കുക. 1998 ഇത് നിലവിൽ വന്നത്. ഇനി ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്നറിയോ? ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യൻ. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ഇതുപോലത്തെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കറണ്ട് അഫെയർസൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. കാരണം അത് കറണ്ട് അഫെയർസ് എന്ന സെക്ഷനിലും ചോദിക്കാം, നമ്മുടെ സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്ത് നിന്നും ചോദിക്കാവുന്നതാണ്. പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുമുണ്ട്. ഓർത്തു വയ്ക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി 60. മറ്റൊരു ചോദ്യമാണ്, കുട്ടിയായി കണക്കാക്കുന്നത് എത്ര വയസ്സ് പ്രായമുള്ളവരെയാണ്? 18 വയസ്സിൽ താഴെയുള്ളവരെയാണ്. അതുപോലെയാണ് മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി 60 വയസ്സിന് മുകളിൽ എന്നത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര രൂപ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാം? 1 കോടി വരെ. അപ്പോൾ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.